ആദ്യം തന്നെ പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നടന്ന സാക്ഷ്യങ്ങൾ ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. എൻ്റെ പേര് പ്രവീണ. ഞാൻ കൊല്ലത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇസ്രായേലിൽ പോകാനായിട്ട് ബോംബെയിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഏപ്രിൽ മാസത്തിൽ പോയതാണ്. അവിടെ ചെന്നപ്പോഴത്തേനും എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. ഒന്നാമത്തെ കാര്യം, അവിടെ ചെന്നപ്പോൾ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നതെല്ലാം മെഡിക്കലായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. എനിക്ക് മെഡിക്കലായിട്ട് ഒന്നും തന്നെ അറിയത്തില്ലായിരുന്നു. എന്നിട്ടും മാഡം ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒരുവിധം ഒപ്പിച്ചെങ്കിലും പറഞ്ഞു. പക്ഷേ മെഡിക്കൽ ചോദിച്ചിട്ട് ഒന്നും അറിഞ്ഞില്ലായിരുന്നു, പറയാൻ പറ്റിയില്ലായിരുന്നു. അപ്പം മാഡം പറഞ്ഞു ക്ലാസ്സിലേക്ക് ഇരിക്കാൻ പറഞ്ഞു. ക്ലാസ്സിലിരുന്നു. പിന്നെ കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും ഒരു ഇൻ്റർവ്യൂ ആയി. ആ ഇൻ്റർവ്യൂവിന് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. പക്ഷേ അവിടെയും എൻ്റെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് മാഡം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതെല്ലാം വൺ വേർഡ് ആൻസേഴ്സാണ്, ഞങ്ങൾക്ക് വേണ്ടത് ലോങ് ആൻസേഴ്സാണ്. അവിടെ എന്നെ നിരാശപ്പെടുത്തി കളഞ്ഞു. ആ സമയത്ത് അതിനു മുമ്പേ ഞാൻ മാർച്ച് മാസത്തിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോകുന്നത്. ഞാൻ അവിടെ ക്ലാസ്സിന് പോയി ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് മാതാവിൻ്റെ കാശ് രൂപ നഷ്ടപ്പെട്ടു പോയായിരുന്നു. ആ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ നേരിടേണ്ടി വന്നായിരുന്നു. പിന്നെ ക്ലാസ് കഴിഞ്ഞു മാറി ഞാൻ ഇവിടെ വന്നു, വീണ്ടും ഉടമ്പടി എടുത്തു. മാതാവിൻ്റെ കാശ് രൂപം കയ്യിൽ കിട്ടിയപ്പോഴാണ് ഒരു സമാധാനവും പ്രത്യാശയും ഒക്കെ എനിക്ക് വന്നത്. പിന്നെ അത് കഴിഞ്ഞു എന്നെ വീണ്ടും ഇൻ്റർവ്യൂവിന് വിളിച്ചു. വിളിച്ചതിൻ്റെ തലേ ദിവസം ഞാനിവിടെ പ്രാർത്ഥനാ സഹായത്തിന് വേണ്ടി വിളിച്ചപ്പം ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ എവിടെയാണ് വീട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊല്ലത്താണ്. അപ്പം നേരിട്ട് വന്ന് ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിക്കൂ, നീ വിചാരിക്കുന്ന കാര്യം നിനക്ക് നടത്തി തരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് എനിക്ക് തോന്നുന്നു വീട്ടിൽ നിന്ന് ഞാനൊരു 11 മണിയൊക്കെ ആയപ്പോഴത്തേനാണ് ഇറങ്ങിയത്. കൊല്ലത്തിൽ നിന്ന് ഇവിടെ എത്താനായിട്ട് എങ്ങനെയായാലും ട്രാഫിക് ബ്ലോക്ക് എല്ലാം കൂടെ കഴിഞ്ഞ് ഒരു 4 മണിക്കൂറെങ്കിലും എടുക്കും. അപ്പം ഞാൻ ഇവിടെ വന്നപ്പോഴത്തേനും ഞാൻ ഇവിടെ ഇന്ന് വേറെ ആരുമില്ല, 2-3 ചേച്ചിമാർ മാത്രമൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് തരാൻ ഇഷ്ടമുണ്ടെങ്കിൽ നീ എനിക്ക് തരിക. അന്നൊരു പ്രാർത്ഥനയും പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പിന്നെ ഇവിടുന്ന് ഇൻ്റർവ്യൂവിനായിട്ട് എറണാകുളത്തോട്ട് പോകുന്നത്. അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും മാതാവിൻ്റെ കാശ് രൂപം കയ്യിൽ വെച്ചിട്ട് കയറുന്നതിന് മുമ്പായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. മൂന്നാമത്തെ ആളായിട്ടായിരുന്നു ഞാൻ അവിടെ ഇൻ്റർവ്യൂവിന് ചെന്നത്. അതുവരെ പോയ ചേച്ചിമാരൊക്കെ പറയുന്നു, മാഡം ഭയങ്കര ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്, മാഡം പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഉത്തരങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചേച്ചിമാർ പുറത്തിറങ്ങുമ്പോഴത്തേനും എല്ലാം പറയുന്നു. മൂന്നാമതായിട്ട് എൻ്റെ പേര് വിളിച്ചു. ഞാൻ കയറി ചെന്നു. മാഡം ആദ്യം എൻ്റെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു എന്തിനാണ് പല്ലിൽ കമ്പി ഇട്ടിരിക്കുന്നതെന്ന്. ആ സമയത്ത് എൻ്റെ പല്ലിൽ കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മാഡത്തിനോട് പറഞ്ഞു എനിക്കിങ്ങനെ പല്ലിൽ ഗ്യാപ്പുണ്ട്, അത് കാരണമാണ് കമ്പി ഇട്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചത് എൻ്റെ മക്കളുടെ കാര്യങ്ങളാണ്. പിന്നെ ചോദിച്ചതെന്ന് പറഞ്ഞാൽ മെഡിക്കലായിട്ട് ഒരു കാര്യം ചോദിച്ചു, അതെനിക്ക് പറയാൻ പറ്റി. പിന്നെ രണ്ടാമത് ചോദിച്ച കാര്യത്തിന് എനിക്ക് പറയാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു മാഡം ഞാൻ അത് പഠിച്ചിട്ടില്ല. മാഡം പറഞ്ഞു ഓക്കെ പോയിക്കോളൂ എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാര്യം ബാക്കി എല്ലാവരുടെ അടുത്തും ഭയങ്കര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചത്, പക്ഷേ എന്നോട് ചോദിച്ചില്ല. ഞാൻ പുറത്ത് വന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് പുറത്ത് നിൽക്കുകയായിരുന്നു. പുറത്ത് വന്നിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചോദിച്ചത്, ചിലപ്പോൾ മാഡം എനിക്ക് ഇതായിട്ട് പാസ്സായിട്ടായിരിക്കും മാഡം ഒന്നും പറയാത്തത്. പിറ്റേ ദിവസം എനിക്ക് ഏജൻസിയിൽ നിന്ന് മെസ്സേജ് വന്നു, നിങ്ങൾ ഇൻ്റർവ്യൂവിൻ്റെ ഇത് ഫീസ് അടച്ചിട്ടില്ലല്ലോ, ഫീസ് അടയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഫീസ് അടച്ചു കഴിഞ്ഞപ്പോഴത്തേനും അപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. പിന്നെ അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞത് എൻ്റെ ഹസ്ബൻഡിന് ഈ ലങ്സിൻ്റെ ഒരു ഭാഗത്ത് ചെറുതായിട്ട് കേട് വന്നിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചുമയ്ക്കുമ്പോഴത്തേനും ബ്ലഡ് വരുമായിരുന്നു. അപ്പം ഞാൻ ഇതേപോലെ എനിക്ക് എന്തോ തോന്നി, ഇവിടെ വരണമെന്ന് തോന്നി ഞാൻ ഇവിടെ വന്നു ഞാനിങ്ങനെ പുതുക്കാനായിട്ട് 8-ാം മാസത്തിൽ ഞാൻ പുതുക്കാനായിട്ട് വന്നപ്പോഴത്തേനും സാക്ഷ്യങ്ങൾ പുതുക്കുന്ന കൂട്ടത്തിൽ ഞാൻ അത് വെച്ചു. പക്ഷേ ഇന്നേ വരെ ദൈവം സഹായിച്ച് ആ ഒരു പ്രോബ്ലം, പിന്നെ ആ ഒരു ബ്ലീഡിങ്ങിൻ്റെ ഇത് വന്നിട്ടില്ല. ചുമയ്ക്കുമ്പോൾ ബ്ലഡോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും ബ്ലഡ് വന്നിട്ടുണ്ടോ, അപ്പോൾ പറഞ്ഞു ഇല്ല വന്നിട്ടില്ല. അതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഞാൻ ഇസ്രായേലിൽ പോകാനായിട്ട് ശ്രമിക്കുന്നത് ഒരു 7 മാസത്തോളമായി. ഈ 7 മാസത്തിൻ്റെ ഇടയിൽ എനിക്ക് ഒരു പുരോഗതിയും തന്നെ സംഭവിച്ചിട്ടില്ലായിരുന്നു. ഞാനപ്പോൾ വീണ്ടും ഇവിടെ വന്നിട്ട് ഞാൻ അച്ഛനെ കണ്ടപ്പോഴത്തേനും ആ സമയത്ത് പ്രീ മെഡിക്കൽ എടുക്കാൻ ഏജൻറ്റ് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പ്രീ മെഡിക്കൽ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഫാറ്റി ലിവർ ഗ്രേഡ് 2 ആണ്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേനും എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ടപ്പോഴത്തേനും ഞാൻ പറഞ്ഞു ഫാദർ ഇങ്ങനെയാണ് ഫാറ്റി ലിവർ 2 ആണ്. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് കുരിശ് എൻ്റെ വയറ്റിൻ്റെ ഭാഗത്ത് വെച്ച് തന്നിട്ട് പ്രാർത്ഥിച്ചപ്പോഴത്തേനും എനിക്ക് പെട്ടെന്ന് എന്തോ ഒരുമാതിരിയായി. സാധാരണ സമയത്ത് എൻ്റെ കൈ രണ്ടും എപ്പോഴും വിയർക്കുന്നത്, പേടി വരുമ്പോഴാണ് എനിക്ക് കൈ രണ്ടും വിയർക്കുന്നത്. അച്ഛനടുത്ത് നിന്ന് അച്ഛനൊരു സൈത്ത് എൻ്റെ കയ്യിൽ വെച്ച് തന്നിട്ട് പറഞ്ഞു ബാത്റൂമിൽ പോയിട്ട് ആ വയറിൻ്റെ ആ ഭാഗത്ത് തേക്കാൻ പറഞ്ഞു. അപ്പോഴും എൻ്റെ കൈ രണ്ടും വെള്ളം പോകുന്ന കണക്ക് എൻ്റെ കൈ രണ്ടും വിയർക്കുകയാണ്. സാധാരണ എനിക്ക് പേടി വരുമ്പോഴാണ് അങ്ങനെ വരുന്നത്.
അപ്പം ഞാൻ അച്ഛന് എന്നിട്ട് എൻ്റെ പാസ്പോർട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെയാണ് സംഭവം, 7 മാസമായിട്ട് ഞാൻ ഇങ്ങനെ പോകാൻ നിൽക്കുന്നു, എനിക്കൊന്നും നടക്കുന്നില്ല. അപ്പം അച്ഛൻ എൻ്റെ കവിളിൽ ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, നീ പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ ഇത് ബാത്റൂമിൽ പോയി സൈത്ത് ഇങ്ങനെ വയറ്റിൽ പുരട്ടിയതിന് ശേഷം ഞാൻ ഇവിടുന്ന് പോയി ഞാൻ ഇവിടുന്ന് ഒരു കായംകുളം എത്തിയപ്പോൾ തന്നെ എനിക്ക് ഞാൻ നോക്കുന്ന വീട്ടിലെ അമ്മച്ചിയുടെ മോൾ എന്നെ, ഇസ്രായേലിലെ അമ്മച്ചിയുടെ മോൾ എനിക്ക് മെസ്സേജ് അയച്ചു, നിൻ്റെ പേപ്പർ വർക്കൊക്കെ ഞാൻ സ്പീഡിൽ തന്നെ നടത്തുന്നുണ്ട്, നിനക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ വീട്ടിൽ എത്തി ഏജൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു പ്രീ മെഡിക്കൽ പിന്നെ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രീ മെഡിക്കൽ വീണ്ടും എടുക്കാനായിട്ട് ഞാൻ മടിച്ച് ആശുപത്രിയിൽ പോയത്. ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തപ്പോഴത്തേനും ഗ്രേഡ് 2 എന്നുള്ളത് ഗ്രേഡ് 1 ആയി. എനിക്കിതുപോലെ ഇല്ലായിരുന്നു സന്തോഷം. കാര്യം അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, പേടിക്കേണ്ട ഒരു കാര്യമില്ല, നീ കുറച്ച് എക്സസൈസ് ചെയ്താൽ മതി. അപ്പോൾ അതനുസരിച്ച് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എക്സസൈസ് ചെയ്യുകയും നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതാണ് എൻ്റെ അടുത്ത സാക്ഷ്യം. പിന്നെ ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ ഇസ്രായേലിൽ പോകാനായിട്ട് കുറച്ച് എമൗണ്ട് വേണ്ടി വന്നു. അത് എങ്ങനെയാണ് ഏതാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ 2-3 പേരുടെ അടുത്ത്, ഞാനും എൻ്റെ ഹസ്ബൻഡും ബന്ധുക്കളുടെ അടുത്തൊക്കെ പോയി ചോദിച്ചു. ആ ചോദിച്ചത് മാത്രം തന്നെ എനിക്ക് ഓർമ്മയുണ്ട്. ദൈവം എന്നെ അവിടെയും നിരാശപ്പെടുത്താതെ മാതാവ് കനിഞ്ഞുകൊണ്ട്, എനിക്കറിയില്ല 2 ആഴ്ചയ്ക്കുള്ളിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് എനിക്ക് അത്രയും എമൗണ്ട് എനിക്ക് ദൈവം ഒരുക്കി തന്നത്. അതിന് മാതാവിനോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ പ്രതീക്ഷയെ കൂടുതൽ പൈസയും കുറച്ച് ഗോൾഡ് ഓർണമെൻറ്റ്സ് എൻ്റെ കയ്യിൽ കിട്ടി. അത് ഞങ്ങൾ പ്രതീക്ഷിച്ചതിൽ കൂടുതലായിരുന്നു. അതിപ്പം ഞാനിപ്പം കുറച്ച് മേടിച്ചവർക്ക് അത് തിരിച്ചു കൊടുത്ത്, ഓർണമെൻറ്റ്സ് കൂടുതലായതുകൊണ്ട് ഞാൻ അത് തിരിച്ചു കൊടുത്തിട്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ദൈവം എനിക്ക് എന്നെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിപ്പിക്കാതെ ദൈവം എന്നെ സഹായിച്ചു പൈസയുടെ കാര്യത്തിൽ. പിന്നെ ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് ഇച്ചിരി കാശ് മേടിച്ചായിരുന്നു. അത് എനിക്ക് ഒരു വിധത്തിലും കൊടുക്കാൻ പറ്റാത്ത രീതിയിലൊരു ബുദ്ധിമുട്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് മാനസിക പ്രശ്നം അങ്ങ് തുടങ്ങി. ഇത് എൻ്റെ മനസ്സിൽ കിടക്കുന്നു, എനിക്ക് ആരുടെ അടുത്തും പറയാൻ വയ്യ. ഞാൻ ചെയ്ത ഒരു മണ്ടത്തരത്തിൻ്റെ ഫലമായിട്ടായിരുന്നു ഞാനത് അനുഭവിക്കേണ്ടി വന്നത്. എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പോലും എനിക്ക് പറയാൻ പറ്റാതെ അവസാനം ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് എനിക്കത് കൊടുക്കാനുള്ള വഴി പറഞ്ഞു വന്നു. അങ്ങനെ ഞാൻ ആ കടം അങ്ങ് മീട്ടി. അത് എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത സംഭവം. അത് ഞാൻ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതി എനിക്ക് പറ്റിയ ഒരു അബദ്ധത്തിൻ്റെ പേരിൽ ഞാൻ ഇതാക്കിയത്. അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ആ ഒരു കട എങ്ങനെയെങ്കിലും തീർക്കാൻ പറ്റണേന്ന്. പക്ഷേ അത് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, എന്തോ ഒരു അത്ഭുതത്തിൽ എൻ്റെ ആ ഭർത്താവ് എന്നെ വഴക്ക് പോലും പറഞ്ഞില്ല ആ ഒരു കടം തീർക്കാനായിട്ട് എനിക്ക് പറ്റിയത്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, എന്നോട് ആരെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ ഞാനത് ചെയ്തു കൊടുക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലാണെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ വഴിയിൽ വെച്ചിട്ട് ഏതെങ്കിലും അച്ഛനും അമ്മമാരും എന്തെങ്കിലുമൊക്കെ തരം മോളേന്ന് ചോദിക്കുമ്പോഴത്തേനും അതെൻ്റെ കയ്യിലുള്ള എത്ര രൂപയാണെങ്കിലും, 10 രൂപയാണെങ്കിൽ പോലും ആ 10 രൂപയോളം ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ പത്രം മേടിച്ച് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ആത്മീയ ജീവിതത്തിലാണെങ്കിൽ ഞാനാണെങ്കിൽ ഞായറാഴ്ച രാവിലെ എനിക്ക് പള്ളിയിൽ പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടുത്തെ കുർബാന എന്ന് പറഞ്ഞാൽ 6 മണിക്കാണ്. അപ്പോൾ എനിക്ക് ഉറക്കം എണീക്കുമ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പള്ളിയിൽ പോകത്തില്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡും മോളും ഒക്കെ ആയിരുന്നു പോയിട്ടിരുന്നത്. എൻ്റെ മോനും ഞാനും പള്ളിയിൽ പോകത്തില്ലായിരുന്നു. മോനെന്ന് പറഞ്ഞാൽ കുഞ്ഞാളാണ്. ഞാൻ പോകുമ്പോഴേ അയാൾ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് അത് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവ്, എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തേനും എനിക്ക് അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത്, കുർബാന എവിടെ ആയാലും എത്ര മണിക്കായാലും കുർബാന കണ്ടാൽ മതിയല്ലോ, അത് ഏത് പള്ളിയിലായാലും കണ്ടാൽ മതിയല്ലോ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിൽ തോന്നി, 7 മണിക്ക് ഞങ്ങളുടെ അവിടെ കയ്യെട്ടി ഈശോയുടെ പള്ളിയിൽ കുർബാനയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും 7 മണിക്ക് മാതാവിൻ്റെ അടുത്ത് കയ്യെട്ടി ഈശോയുടെ പള്ളിയിൽ പോയി കുർബാന കൈക്കൊള്ളാമെന്ന്. അങ്ങനെ പള്ളിയിൽ പോകാൻ തുടങ്ങി. പിന്നെ ബൈബിള് വായിക്കുമായിരുന്നു. വീട്ടിലുള്ള സമയങ്ങളിൽ പോലും കൊന്ത പഠിക്കാനായിട്ട് ഇരിക്കുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ വരുമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. അപ്പം ദൈവത്തോട് അതിൻ്റെ കാര്യവും പ്രാർത്ഥിച്ചപ്പോഴത്തേനും ഇപ്പം കുടുംബ പ്രാർത്ഥനയിൽ വീട്ടിലുണ്ടെങ്കിൽ പങ്കുകൊള്ളാനായിട്ടുള്ള മനസ്സ് തോന്നുന്നുണ്ട്. അല്ലാതെ ഞാനിപ്പം വീട്ടിലുള്ള കുടുംബ പ്രാർത്ഥനയിൽ വീട്ടിൽ ഉള്ളപ്പോഴത്തേനും അത് പങ്കെടുക്കാൻ പറ്റിയില്ല. ഞാൻ പുറത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ ഞാൻ രാത്രി വന്നിട്ടായാലും മനസ്സിലായാലും കൊന്ത പഠിച്ച് ചൊല്ലുമായിരുന്നു. അപ്പം ഇത്ര അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം 18-ാം തിരുവചനം. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ, ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു. അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. പ്രവീണ സുനിൽ തൻ്റെ ഹസ്ബൻഡിനോടൊപ്പം കൃപാസന അമ്മയുടെ പുണ്യഭൂമിയിൽ വന്ന് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇവിടെ നിന്ന് തൻ്റെ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങളാണ് നമ്മളോട് ഷെയർ ചെയ്തത്. ആദ്യമേ പറഞ്ഞു,
ഉടമ്പടി ജീവിതം നയിച്ചിരുന്ന മക്കൾ ലോക്കറ്റ് എവിടെയോ പോയി. ആ പോയതിൻ്റെ നഷ്ടം അവർക്ക് ഫീൽ ചെയ്തു. വീണ്ടും വന്ന് ഉടമ്പടി എടുത്തു. പരിശുദ്ധ അമ്മയുടെ ആ കാശുരൂപം ലഭിച്ചപ്പോഴാണ് കൂടുതൽ സന്തോഷവും സമാധാനവും അവരുടെ ജീവിതത്തിൽ ലഭിച്ചത്. പിന്നെ വന്ന് രോഗസൗഖ്യവും ഹസ്ബൻഡിൻ്റെ ചെസ്റ്റിലുള്ള ആ രോഗം, അതായത് ബ്ലഡ് ചോര പോകുന്ന ആ ഒരു അസുഖമായിരുന്നു. മകളുടെ ഫാറ്റി ലിവറും. അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം 3-ാം ദിവസമാണ് അവർ വീണ്ടും ചെക്ക് ചെയ്യാൻ പോയത്. ഫാറ്റി ലിവർ ഗ്രേഡ് 2 ആയിരുന്നത് 1 ആയി. അവർ വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ പരിശുദ്ധ അമ്മയുടെ അടുത്താണ് വന്നത്. ജോസഫ് അച്ഛൻ പരിശുദ്ധ അമ്മയെ നേരിട്ട് കണ്ട വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ആ അച്ഛൻ്റെ പ്രാർത്ഥനയിലൂടെയാണ് ഈ മക്കൾക്കുള്ള വിശ്വാസം പരിശുദ്ധ അമ്മ നടത്തി തന്നത്. പിന്നെയും അവരുടെ ജോലിയുടെ കാര്യമാണ്. ഹസ്ബൻഡിനുള്ള ജോലിയും ഈ മകളുടെ എല്ലാ കാര്യങ്ങളും ഉടമ്പടി ചെയ്തതിന് ശേഷം പരിശുദ്ധ അമ്മയെല്ലാം ഏറ്റെടുക്കുകയാണ്. തൻ്റെ തിരുക്കുമാരനോട് ഈ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധമ്മ കാനായിൽ വെച്ച് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എല്ലാ ആവശ്യങ്ങളും അമ്മയാണ് മകൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയത്. അതിനുശേഷമാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ നിബന്ധനകളനുസരിച്ച് പാലിച്ച് ജീവിച്ച ഈ മക്കൾക്ക് അവരുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും കടന്നു വന്ന് അവരുടെ ഓരോ കാര്യങ്ങളും നടത്തി കൊടുക്കുന്നത് നമ്മൾ കണ്ടു. ഈ മക്കളും അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയോടും ഈശോയോടും ചേർന്ന് നിന്നുകൊണ്ടാണ് അവരുടെ കാരുണ്യ പ്രവർത്തികൾ, പള്ളിയിൽ പോകുന്ന കുർബാന ജീവിതം, എല്ലാ ദിവസവും കുർബാനയിൽ പോകാനുള്ള ആഗ്രഹവും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ആഗ്രഹവുമെല്ലാം ഉടമ്പടിയിൽ വന്നതിന് ശേഷം അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളാണ്. നമ്മളുടെ ജീവിതത്തിലും ഈശോയും പരിശുദ്ധ അമ്മയും കടന്നു വരുമ്പോഴാണ് മാറ്റങ്ങളുടെ ഒരു ജീവിതം നമുക്ക് ജീവിക്കുവാൻ സാധിക്കുന്നത്. ക്ലേശങ്ങളാകാം, സാമ്പത്തിക തകർച്ചകളാകാം, ദൈവവുമായിട്ട് പിരിയാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഉടമ്പടിയിൽ നമ്മളാകുന്നത്. അഭിവൃദ്ധിയുടെ കാലത്ത് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്ന് നമ്മുടെ ആത്മഭദ്രയ്ക്കായിട്ട് ഈശോയോട് ചേർന്ന് നിന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ ക്ലേശകാലത്ത് കർത്താവ് നമ്മുടെ കൂടെ വന്ന് നമ്മളെ സഹായിക്കുന്നത്. ഈ കുടുംബത്തിന് ലഭിച്ച പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.